ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജേർണലിങ് വീഡിയോ ആയിട്ടാണ്. കുറേ നാളായില്ലേ ജേർണലൊക്കെ ചെയ്തിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജേർണൽ ബുക്ക് തീർന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കൂടി എങ്ങനെയൊക്കെയുള്ള ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഞാൻ പിശുക്കത്തരം കളിക്കാനൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. നിങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. ചിലപ്പോൾ ഇത് ഞാൻ എൻ്റെ ബുക്ക് തോന്നിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇടയിൽ വിട്ട പേജസിലൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെടുത്തതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ സോറി പറയുകയാണ്. കാരണം കണ്ടോ, കുറേ പേജ് വിട്ടതില്ലേ, ഇപ്പോൾ ഇവിടെ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്താ എനിക്ക് സോറി പറയാനുള്ളത് വെച്ചാൽ, ഇത്രയും നാൾ ഞാൻ വീഡിയോ ഇടാത്തതിന് കാരണം കുറേ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ലൈഫ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസ് ഇടാത്തത്. ഞാൻ ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത് കണ്ടോ, എൻ്റെ ഇതിനുള്ളിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് കണ്ടോ. ഈ സാധനമൊക്കെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം ജേർണൽ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഇതുപോലെ പറയാം, യൂസ്ഫുൾ വേസ്റ്റ് മെറ്റീരിയൽ ജേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ മൊത്തം ക്ലീൻ ആക്കിയെടുത്തതാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ കാണുന്ന എല്ലാ സാധനവും. പിന്നെ ഇതെടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ വയ്ക്കുന്നുണ്ട്. ലെറ്റേഴ്സും കാര്യങ്ങളും ഞാൻ എടുക്കുന്നില്ല. പിന്നെ കണ്ടു എന്താണ് പ്രൊഡക്ട്സ് ആണ് ഇതിലുള്ളതും. ഇത്ര പ്രൊഡക്ട്സ് കൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ പറയാനുള്ളത്, ഇന്ന് ഞാൻ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി മീൻസ് ബാക്ക്ഗ്രൗണ്ട് വോയിസും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ASMR ആവുകയില്ല. ASMR അല്ലെങ്കിൽ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ASMR എങ്ങനെ ആവില്ല. എന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു ശബ്ദമൊക്കെ വേണ്ട. അതൊന്നും എല്ലാം പോയിട്ടുണ്ട്. കാരണം ഞാൻ യൂട്യൂബിൽ നോക്കി അതൊക്കെ എഡിറ്റ് ആക്കാനുള്ള എല്ലൊക്കെ പഠിച്ചു. ഇനി നിങ്ങൾക്ക് എഡിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ മതിയല്ല. ഞാൻ എല്ലാ കാര്യവും യൂട്യൂബിൽ നിന്ന് പഠിച്ചു. അങ്ങനെ വലിയ രീതിയിലൊന്നും പഠിച്ചിട്ടില്ല. എന്നാലും ഇവിടെ നിന്ന് ഫാൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാൻ പറ്റും. കാരണം ഞാനുള്ളത് ഇപ്പോൾ താഴെ റൂമിൽ നിന്നാണ്, മേലെ റൂമിൽ നിന്നൊന്നുമല്ല. ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ശരിയാകുന്നുണ്ട്. അതിൽ ഇങ്ങനെ ഇപ്പോൾ വെച്ചാൽ ശരിയാവും, അങ്ങനെ വെച്ചാൽ ശരിയാവും, ഇങ്ങനെ വെച്ചാൽ ശരിയാവും എന്നൊക്കെ ഞാനത് ആദ്യം എഡിറ്റാക്കി എടുത്തിട്ടുണ്ട്. എഡിറ്റർ പറഞ്ഞത് തെറ്റി കേട്ടോ, എഡിറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് പശ കൊടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ്. അതെന്തിനാണ് രണ്ടാമത് ട്വിസറിലെടുത്തിട്ട് തന്നെ വെക്കുന്നതെന്ന് വെച്ചാൽ കയ്യിൽ പശയാവാതിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും പശയായിട്ടുണ്ട്. എന്നാലും ഞാൻ പശയാവാതെ വെക്കുന്നത് അട വെച്ചിട്ടാകുമ്പോൾ എന്തോ പോലെയൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ചെറിയ രീതിയിലുള്ള ക്ലിയർ ഇല്ലാത്ത പോലെയൊക്കെ ഉണ്ടല്ലോ ഇടയിൽ മാത്രം കേട്ടോ. അത് ഊരിയിട്ടെടുക്കാൻ നല്ല ടഫായിരുന്നു. ഞാൻ എൻ്റെ കൈനോട് തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എനിക്കങ്ങനെ ആക്കി കൊടുക്കുന്ന സാധനം വേറൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ. ഇപ്പോൾ ജേർണൽ ബുക്ക് തുറന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ പിശുക്കത്തരം കളിക്കുന്നത്. എന്നാൽ അമ്മാവും അപ്പാവും പ്ലേ വാങ്ങിത്തരുന്ന ഒരു രീതിയിലില്ല. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ 2 സൈഡും കവറാക്കിയിട്ട് നമുക്ക് ന്യൂ ജേർണൽ ബുക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. അതാണ് ഗൈസ് ഇങ്ങനെ ആക്കുന്നുള്ളത്. ഞാൻ അന്ന് ടു ഡു ലിസ്റ്റ് ആക്കിയിട്ട് വെച്ചതായിരുന്നു ഗൈസ്. പിന്നെ അത് അങ്ങോട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനെന്തോ ടു ഡു ലിസ്റ്റ് ജേർണലാക്കാൻ തന്നെ ആക്കിയതായിരുന്നു. സ്റ്റിക്കർ ഞാൻ യൂട്യൂബിലൊന്ന് കണ്ടപ്പം അതുപോലെ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ആക്കിയത്. അന്ന് അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇത് അങ്ങനെ തന്നെ വെച്ചു. ബട്ട് സ്റ്റിക്കർ ആക്കിയത് എന്നാലും നേരമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇനി ആക്കിയത് ട്രാൻസ്ഫോം സ്റ്റിക്കേഴ്സ് ഇല്ലേ, അങ്ങനെ എന്തോ തന്നെ അല്ല, അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഇല്ലേ, ആ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാറുണ്ട്. സ്റ്റിക്കറൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റിക്കറില്ലേ, വാട്ടർ പ്രൂഫ് സ്റ്റിക്കേഴ്സ്, അതുപോലത്തെ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ഒട്ടിച്ച് വെച്ചതാണ്. പക്ഷേ അത് ആദ്യം ഫ്ലോപ്പായി. കാരണം ഞാൻ ഇതൊരു 10 മിനിറ്റും കാര്യമൊന്നും അല്ല വെച്ചിട്ടുണ്ട്. അത് കുറേ സമയം വെച്ചതുകൊണ്ട് അത് ഫ്ലോപ്പായി. ഇത് കറക്റ്റ് 10 മിനിറ്റ് വെച്ചിട്ടാകുമ്പം അത് കറക്റ്റായി. സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് മാത്രമാണ് ഞാൻ ആക്കുന്നുള്ളത്. ഞാൻ ബാക്ക്ഗ്രൗണ്ട്
സൗണ്ടും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പോയിനെന്നാന്ന് എൻ്റെതായെന്ന് തോന്നല്ലേ. ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ പുതിയ ട്രൈപോഡ് വാങ്ങിയെന്നപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നുള്ളത് സ്ട്രേറ്റ് പിടിച്ചിട്ട് നോക്കണ്ടല്ല, ചെരിച്ചിട്ട് പിടിച്ചിട്ട് നോക്കേണ്ട വരും കാരണം നമ്മൾ ചിലപ്പോൾ കാരണം എന്നാണ് എടുത്തത് അങ്ങനെ ചെരിച്ച് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. എൻ്റെ കൈമ ട്രൈപോഡ് ഇല്ല, ഞാൻ തന്നെ ആക്കിയ ട്രൈപോഡേ ഉള്ളു എൻ്റെ കൈമ. അതിന് ഞാനിപ്പം എന്തിനോ പശ ഒട്ടിക്കുന്നുള്ളതെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വയ്ക്കുന്നുള്ളത്. സ്റ്റക്കഡായ അല്ല സ്റ്റക്കായെന്ന് വരും, ഞാൻ ആലോചിച്ച് പോയി. ഇതാണ് ഗസ്റ്റ് ഞാൻ ആ സമയത്ത് ഇട്ടിട്ടുണ്ടായ ഡ്രസ്സ്. കാരണം ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ കാരണം ഞാൻ നിന്നിട്ടായിരുന്നു ജേണൽ ചെയ്യുന്നുണ്ടായിരുന്നു, എന്നിട്ട് ജേണൽ ചെയ്യാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു സൈഡ് മുറിച്ച പോലെ തന്നെ 2 സൈഡും മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അത് കുറച്ച് വേസ്റ്റ് മെറ്റീരിയലായിട്ട് തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതിന് ഞാൻ വെറുതെ വിട്ടില്ല, അതിനെ ഞാൻ വാഷ് ടൈപ്പ് പോലെ ആക്കിയിട്ട് എന്താക്കി അവിടെ വെച്ചു. ഇതാണ് ഗൈസ് ഒരു കുട്ടുബുദ്ധിയല്ല കേട്ടോ, നല്ല ബുദ്ധിയുണ്ടപ്പോൾ നല്ലതല്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റിയില്ലേ. ഇത് വീണ്ടും സ്റ്റക്കാന്നല്ല, ഞാനവിടെ എന്തോ മുറുക്കുകയോ മറ്റോ ചെയ്യുന്നുള്ളതാണ്. പശ ഒട്ടിക്കുന്ന മറ്റും പശ ഒട്ടിക്കാൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ ആ പശ തേച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ട്വിസറിനെ കൊണ്ടാണ് ഗൈസ് ഞാനിപ്പോൾ ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ ഈ റെയിൻബോ എവിടെ നിന്ന് വയ്ക്കാൻ പറ്റുമോ ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തു, കഴിഞ്ഞില്ല ഗൈസ്. ഇതെവിടെയും വയ്ക്കുമ്പോൾ ഒരു പാങ്ങായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് വേണ്ട, ഇതെന്തായാലും ഒരു പിങ്ക് തീമായി, പിന്നെ എന്തിനാ വെറുതെ അതും കൂടെ ഒട്ടിച്ച് പാങ്ങില്ലാതാക്കുന്നു വിചാരിച്ചു. അത് അതിലേക്ക് മാച്ച് ആകാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ ആ കൈനോട് അങ്ങനത്തെ ഒരു ആക്ഷൻ കാണിച്ചത്. പിന്നെ ഞാൻ ഈ വിൻറ്റേജ് എന്ന് എഴുതിയിട്ടുള്ള വാഷ് ടാപ്പ് ചെയ്തും കൊടുക്കണമെന്ന് നോക്കി, ബട്ട് ഇതൊരു എനിക്ക് കഫായി തീം പോലൊക്കെ തോന്നി, വിൻറ്റേജിലേക്ക് ചേർക്കാൻ ഒരു തോന്നിയില്ല. അതുകൊണ്ടാണ് ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഷിപ്പെണ്ണത് പറയുന്നത് നോക്കിയാൽ ഗ്യാസ് പറയുന്നത് ക്ഷമിക്കണം, നമുക്ക് ഗ്യാസ് എന്ന് തന്നെ വന്നുകൊണ്ട് ഇനി ഞാനത് പറയാതെ നോക്കാം. ഓക്കെ, അയ്യോ അതെൻ്റെ കയ്യിൽ നിന്ന് വീണതാണ് കേട്ടോ ഫോണ്. എന്നാലും സാരമില്ല, നമുക്ക് ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാനിത് ഇവിടെ ഒന്ന് പേസ്റ്റാക്കി വെക്കുന്നുണ്ട്. ഇതാണ് ഗേസിൻ്റെ ടാബിളിൻ്റെ കോലം. സോ ബ്യൂട്ടിഫുൾ. അതങ്ങനെ പറ്റിയില്ലടാ, ഞാൻ മറ്റേ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ആക്കാറുണ്ട്. നോക്കിയതാണ്. ഒന്ന് വയ്ക്കോ, 3, 2, 1 സ്റ്റാർട്ട്. ഒട്ടി ഞാൻ അതിനെ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഗൈസ്. ഓക്കേ ബൈ.